നമസ്കാരം. ഇന്ന് ലോക ലങ് ക്യാൻസർ ഡേ ആണ്. വേൾഡ് ലങ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് ലങ് ക്യാൻസറിനെ കുറിച്ച് ചെറിയൊരു അവയർനെസ് നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലങ് ക്യാൻസർ പൊതുവേ സർവൈവൽ റേറ്റ് കുറഞ്ഞ ഒരു ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന റീസൺ ലേറ്റ് ഡിറ്റക്ഷനാണ്. പിന്നെ ഒന്ന് രോഗലക്ഷണങ്ങൾ അസുഖം കുറച്ച് മൂർച്ഛിച്ചതിന് ശേഷമായിരിക്കും വരുന്നതെന്നുള്ളതാണ്. ലങ് ക്യാൻസർ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു പ്രതിവർഷം ഏകദേശം 25 ലക്ഷത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 80,000 മുതൽ 1,00,000 പേഷ്യൻസ് ലങ് ക്യാൻസർ ബാധിതരാകുന്നുണ്ട്. ലങ് ക്യാൻസറിൻ്റെ പ്രധാന കാരണം സ്മോക്കിംഗ് ആണ്. സ്മോക്കിങ്ങിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്കും തേർഡ് ഹാൻഡ് സ്മോക്കും ലങ് ക്യാൻസർ കോസ് ചെയ്യാം. അതായത് മറ്റൊരാൾ വലിക്കുന്ന പുക ശ്വസിച്ചാലും നമുക്ക് ക്യാൻസർ വരാം. പുകവലിക്ക് കൂടാതെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതായത് അന്തരീക്ഷ മലിനീകരണം, ഒക്കുപേഷണൽ എക്സ്പോഷേഴ്സ്, ഇതും ക്യാൻസറിന് കാരണമാകാം. ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് വന്നാൽ പ്രധാനമായിട്ടും സ്റ്റേജ് 1, 2 and 3യുടെ ചില സബ് സ്റ്റേജസിൽ നമുക്ക് പേഷ്യൻസിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ കീമോ റേഡിയേഷൻ. സ്റ്റേജ് 4ലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കീമോതെറാപ്പിയാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ ടാർഗറ്റഡ് തെറാപ്പി ആൻഡ് ഇമ്മ്യൂണോതെറാപ്പി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ആവറേജ് സർവൈവൽ റേറ്റ് 6 to 9 months ആയിരുന്നു പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പിയുടെ ഇങ്ങനെയുള്ള അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് കാരണം നമുക്ക് ഒരു 4 to 5 years വരെ സർവൈവൽ റേറ്റ് പോസിബിളാണ് ഇൻ സം ഓഫ് ദ പേഷ്യൻസ്. സോ ലങ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഒരു ലങ് ക്യാൻസർ പ്രിവെൻഷൻ, അതായത് പ്രധാനമായിട്ടും സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരെ കൊണ്ട് പുകവലിപ്പിക്കാതിരിക്കുക, എസ്പെഷ്യലി ഇൻ പബ്ലിക് പ്ലേസസ്. 2, സ്ക്രീനിങ് ഇന്ത്യയിൽ അധികം പ്രചാരത്തിലില്ലെങ്കിലും സം ഓഫ് ദ സെൻറ്റേഴ്സ് ആർ ഡൂയിങ് ഇറ്റ് റെഗുലർലി റീസെൻ്റ്ലി. അപ്പോൾ അതിലൊരു 50 വയസ്സിനും 80 വയസ്സിനും ഇടയ്ക്കുള്ളവർ സ്ഥിരമായി പുകവലിക്കുന്നവരിൽ ഒരു ആനുവൽ ലോ ഡോസ് സി ടി സ്കാൻ എടുക്കുന്നതാണ് സ്ക്രീനിങ്. മൂന്നാമതെന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ. അപ്പോൾ ഏർലി ഡിറ്റക്ഷനിൽ കഴിഞ്ഞൊരു 10-15 കൊല്ലം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഏർലി സ്റ്റേജിൽ ലങ് ക്യാൻസർ ഡിറ്റക്ഷൻ റേറ്റ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും പുതിയ നൂതന ടെക്നോളജീസ് യൂസ് ചെയ്ത്, ഉദാഹരണത്തിന് ബസ് എന്ന് വിളിക്കുന്ന എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട്, അതുപോലെ നാവിഗേഷൻ ബ്രോങ്കോസ്കോപ്പി, കോൺ ബീം CT ഇപ്പോൾ മുതലായ അഡ്വാൻസ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ലങ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. അതുമൂലം ഏർലി ട്രീറ്റ്മെൻറ്റും കൊടുക്കാം. സോ ഓൺ ദിസ് ലങ് ക്യാൻസർ ഡേ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് everyone to quit smoking and like any other cancer, detect your cancer early and treat it early.